അരുന്ധതി റോയുടെ മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്ന ബുക്കിൻ്റെ കവർ പേജ് വലിയ വിവാദമായി. അതിൽ സിഗരറ്റ് വലിക്കുന്ന ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ അഡ്വക്കേറ്റ് രാജസിംഹൻ എന്ന് പറയുന്ന ഒരു ലോയർ തന്നെ കോടതിയിലേക്ക് പോവുകയാണ്. പക്ഷേ കോടതി ഈ ഒരു ഹർജി തൂക്കിയെടുത്ത് വെളിയിലേക്ക് എറിയുകയാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ എനിക്ക് ചോദിക്കുന്നത്, ഒന്ന്, ഇതും ഒരു കോടതിയിൽ എത്തേണ്ട വിഷയമല്ല. അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമ്പോൾ ഇത്രത്തോളമൊക്കെ വേണോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. മറ്റൊന്ന്, കോടതി എന്തിനാണ് ഇത്തരത്തിലൊരു ഹർജിയെ ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞത്? രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ആ പുസ്തകം എല്ലാ മലയാളികളും മീൻസ് ഏറ്റവും ചുരുങ്ങിയത് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്ന എല്ലാ മനുഷ്യരും വായിക്കട്ടെ. അരുന്ധതി മലയാളം ലോകത്തിന് കൊടുത്ത ഏറ്റവും മികച്ച പ്രതിഭകളിൽ ഒരാളാണ്, യാതൊരു തർക്കവുമില്ല. 97 അവർ ആദ്യമായി ഇന്ത്യയിലേക്ക് ബുക്കർ പ്രൈസ് കൊണ്ടുവന്നത് അവരാണ്. അറിയാലോ, ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആദ്യത്തെ പുസ്തകമാണ്. അത് കഴിഞ്ഞിട്ട് വിഖ്യാതമായ ഒരുപാട് പുസ്തകങ്ങൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആസാദി വരെയുള്ള. അതിനിടക്ക് അതുപോലെ തന്നെ ഗംഭീരമായൊരു പുസ്തകം അവർ എഴുതി. അത് എന്നെ വല്ലാതെ ആകർഷിച്ചൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ പേര് ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്നാണ്. ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്. ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സിനാരിയോ ഇത്ര ശക്തമായിട്ട് വരച്ച് കാണിച്ച ഒരാളാണ്. അപ്പോൾ മാത്രമല്ല, അവർ ഫിക്ഷനും നോൺ ഫിക്ഷനും ഒക്കെ ആയിട്ട് ഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒടുവിലത്തെ പുസ്തകമാണ് ഇപ്പോൾ ഈ പറഞ്ഞ പുസ്തകം, മദർ മേരി കംസ് ടു മീ. അവരുടെ അമ്മയെ അറിയാലോ, മേരി റോയ്. മേരി റോയ് ചില്ലറക്കാരിയല്ല. ഒരു പക്ഷേ കത്തോലിക്ക സ്ത്രീകളുടെ സ്വത്തവകാശത്തിന് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി തുല്യതയില്ലാത്ത സമരം നയിച്ച്, കത്തോലിക്ക പെൺകുട്ടികൾക്ക് സ്വത്തവകാശമില്ലല്ലോ. അച്ഛനും അമ്മയ്ക്കും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടായാലും പെൺകുട്ടിയാണോ കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് സ്ത്രീധനം എന്ന പേരിൽ എന്തെങ്കിലുമൊക്കെ ചുരുട്ടിക്കൂട്ടി കൊടുത്തു വിടും. അത് ചിലപ്പോൾ ചിലർ തോട്ടം കൊടുക്കും, ചിലർ വലിയ സമ്പന്നന്മാരൊക്കെ ആണെങ്കിൽ വാഹനം കൊടുക്കും, സ്വർണം കൊടുക്കും. അതോടുകൂടി തീർന്നു. പിന്നെ അവർക്ക് അച്ഛൻ്റെ സ്വത്തിലോ അമ്മയുടെ സ്വത്തിലോ അവകാശമില്ല. ആ സ്വത്തവകാശത്തിന് വേണ്ടി പൊരുതിയ ആളാണ് മേരി റോയ്. അവരാണ് മാതൃകാ സ്കൂളുകൾ നടത്തിയിരുന്നത് കോട്ടയത്ത് ഐമനം ആണ് അവർ. അപ്പോൾ അവിടുത്തെ കാര്യമാണ്. അപ്പോൾ ആ അമ്മയെക്കുറിച്ച്, ആ അമ്മയും മോളും തമ്മിൽ വലിയ ധീരയായ ഒരു സാമൂഹ്യ പ്രവർത്തക, ആരോടാണ്? കത്തോലിക്ക സഭയോടാണ് പൊരുതിയെന്ന് ഓർക്കണം. അങ്ങനെ ധീരയായ സാമൂഹ്യ പ്രവർത്തകയായിരുന്ന അമ്മയുടെ മോളാണ്, ധീരയും അതേസമയത്ത് പ്രതിഭയുമായ മോളാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അവർ മെമ്മയറാണ്, ആദ്യമായിട്ടാണ് ഓർമ്മകൾ അവർ എഴുതുന്നത്. ആത്മകഥാപരമാണ് മദർ മേരി കംസ് ടു മീ. പക്ഷേ എഴുതുന്നത് അരുന്ധതി റോയ് ആയതുകൊണ്ട് അത് അപാരമായ ഫിക്ഷൻ ടൈപ്പാണ്. ഒരു പക്ഷേ അവരുടെ നോവലിനേക്കാൾ നമ്മൾ ഗംഭീരമായിട്ട് ആസ്വദിച്ചു പോകും. അവരുടെ ജീവിതം, അവരുടെ സ്വാതന്ത്ര്യം, അവരനുഭവം, അവരുടെ ഫെമിനിസം ഒക്കെ അതിനകത്ത് ഗംഭീരമായിട്ട്, പ്രണയത്തെക്കുറിച്ചൊക്കെ അതിതീവ്രമായിട്ട് എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ആ പുസ്തകം ആളുകൾ വായിക്കട്ടെ. ആ വിവാഹത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ആ പുസ്തകം വായിക്കാൻ ഞാൻ ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിലെ ഒരു പാരഗ്രാഫ് വെറുതെ ആളുകൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ്. ഹീ ലിസൺ വിത്ത് ഹിസ് ഹോൾ ബോഡി. ആലോചിച്ചു, ഒരു കാമുകൻ കാമുകി പറയുന്നതിനെ ശ്രദ്ധിക്കുന്നു. എങ്ങനെ? കാതുകൊണ്ടല്ല, മുഴുവൻ ദേഹവും അവൾക്ക് കൊടുക്കുകയാണ്. ഹീ ലിസൺ മീ വിത്ത് ഹിസ് ഹോൾ ബോഡി ആസ് ദോ മൈ വേർഡ്സ് വെർ റെയിൻ ആൻഡ് ഹീ വാസ് ദ എർത്ത്. എൻ്റെ ശബ്ദം മഴയും അവൻ ഭൂമിയുമായാൽ എങ്ങനെ ഇരിക്കും? ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ അതിഗംഭീരമായ എഴുത്താണ്. ഹി അബ്സോർബ്ഡ് എവറിത്തിങ് എന്ന് വെച്ചാൽ എൻ്റെ വാക്കുകൾ, ഹി ആസ് എ റെയിൻ, ഹി അബ്സോർബ്ഡ് എവറിത്തിങ്, ഗാദേർഡ് എവറി ഡ്രോപ്പ്, മിസ്ഡ് അബ്സല്യൂട്ട്ലി നത്തിങ്. ഒരു തുള്ളി പോലും നഷ്ടപ്പെടുത്താതെ അവനത് വാരിയെടുത്തു, ഭൂമി മഴയെ സ്വീകരിക്കുന്ന പോലെ. ഹിസ് ലിസണിങ് ഐസ് വെർ ലേക്സ് ഇൻ ദി ഹൈ മൗണ്ടൻസ്. ആലോചിച്ച് നോക്കൂ. ഇറ്റ് വാസ് ലവ്. ദർ ഈസ് നോ അതർ വേർഡ് ഫോർ ഇറ്റ്. I don't think that stillness, that quality of attention is even possible in digital age humans who suckle on mobile phones from the moment they are born. It's a generational thing, lost forever, I believe. When I finished, എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ he said, I want you to promise me that you will go home and finish this book. നീ ഇപ്പം എന്നോട് ഓഫർ ചെയ്യണം, പ്രോമിസ് ചെയ്യണം, നീ പോയിരുന്നിട്ട് ആ പുസ്തകം പൂർത്തിയാക്കും. എഴുതാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാമുകൻ. യു വിൽ ഡു നത്തിങ് അതർ ദാൻ ഫിനിഷ് റൈറ്റിംഗ് ദിസ് ബുക്ക്. ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ടു അപ്സെറ്റ് യു, നിന്റെ ശ്രദ്ധ തിരിക്കുന്ന എന്തെങ്കിലും ഒന്ന് എപ്പോഴെങ്കിലും വന്നാൽ, റിമെമ്പർ ദാറ്റ് ഐ ആം സ്റ്റാൻഡിങ് റൈറ്റ് ബിഹൈൻഡ് യു ലൈക്ക് ആൻ ഓൾഡ് എലഫന്റ്, ഫ്ലാപ്പിംഗ് മൈ ഇയേഴ്സ് ടു കൂൾ യു ഡൗൺ.
എഴുത്തിൽ നിന്ന് നിന്റെ കോൺസെൻട്രേഷൻ തെറ്റിക്കുന്ന എന്തെങ്കിലും വന്നാൽ അപ്പോൾ ഓർക്കുക, നിന്റെ പുറകിൽ ഞാൻ എൻ്റെ ഈ കാതു വീശിക്കൊണ്ട്, വിശാലമായ ചെവി വീശിക്കൊണ്ട് ഒരു ആനയെപ്പോലെ ഞാൻ പുറകിലുണ്ടാകും. ദാറ്റ് മൈറ്റ് ബി ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ദാറ്റ് എനിബഡി ഹാവ് എവർ സെറ്റ് ടു മീ. എന്നോട് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരാൾ പറഞ്ഞിട്ടുള്ള ഏറ്റവും മനോഹരമായ വാക്കുകൾ അതാണ്. നീ എഴുതുക, നിന്റെ കോൺസെൻട്രേഷൻ തെറ്റുമ്പോൾ നിന്റെ പുറകിൽ ഞാനുണ്ട് എന്ന് കരുതുക. നിന്നെ തണുപ്പിക്കാൻ ഞാൻ എൻ്റെ കാതുകൾ വീശിത്തരുന്ന ഒരു ആനയായി നിന്റെ പുറകിൽ ഞാൻ ഉണ്ടാകും. അണ്ടിൽ ഹി സെഡ് ഇറ്റ് ഐ ഡിഡിൻ റിയലൈസ് ഹൗ ബാഡ്ലി ഐ നീഡഡ് ആൻ ഓൾഡ് എലഫൻറ്റ്. ഈ പ്രായം ചെന്ന ആനയെ എന്തുമാത്രം എനിക്ക് ആവശ്യമുണ്ട് എന്ന് ഞാൻ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. ഫ്രം ദെൻ ഓൺ ഐ കോൾ ഹിം ജംബോ. ആ നിമിഷം മുതൽ ഞാൻ അവനെ ജംബോ എന്ന് വിളിച്ചു തുടങ്ങി. എന്നാലോചിച്ച് നോക്കൂ, കാമുകനെ ആന എന്ന് വിളിക്കുന്നൊരു കാമുകയെക്കുറിച്ച് അങ്ങനെ പോവുകയാണ്. ഞാൻ ഈ പുസ്തകത്തിൻ്റെ ഒരു സൗന്ദര്യം പറയാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഒരു കാൽപ്പനികമായ മനോഹാരിത, പ്രണയത്തിൻ്റെ ഒരു ശക്തി, അത് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഈ പുസ്തകം വായിക്കട്ടെ ആളുകൾ, ഒന്നാമത്തെ കാര്യം. 2, പുസ്തകത്തെക്കുറിച്ചുള്ള വിവാദം അതും നന്നായി 4 പേര് കൂടുതൽ വാങ്ങി വായിക്കും. ഒരു പണിയുമില്ലാത്ത ഏതൊരു വക്കീല് കേരളത്തിലെ ഹൈക്കോടതിയിൽ പോയിരിക്കുന്നു ഈ പുസ്തകം നിരോധിക്കണം എന്ന് പറയാൻ. എന്താ കാര്യം? ആ പുസ്തകത്തിൻ്റെ കവറിൽ അരുന്ധതി റോയ് സ്വാതന്ത്ര്യത്തിൻ്റെ അവരനുഭവിക്കുന്ന, അവർ അമ്മയിൽ നിന്നും കുടുംബത്തിൽ നിന്നും പാരമ്പര്യ കത്തോലിക്ക സമൂഹത്തിൽ നിന്നും ക്രിസ്തീയ സഭയിൽ നിന്നൊക്കെ അവർ ചോദിച്ചു വാങ്ങിയൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ആണുങ്ങളെപ്പോലെ സിഗരറ്റ് വലിക്കാനുള്ള സ്വാതന്ത്ര്യം. ആ പുസ്തകത്തെ അത് പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം പറയുന്ന പുസ്തകമാണിത്. അതുകൊണ്ട് ആ പുസ്തകത്തിന് ചേർന്നൊരു കവർ കൊടുത്തു. ആ പുസ്തകത്തിൻ്റെ കവറിൽ അരുന്ധതി റോയ് സിഗരറ്റ് വലിക്കുന്ന ചിത്രമുണ്ട്. ഈ മനുഷ്യന് ഈ പുസ്തകം വായിച്ചു നോക്കാൻ നേരമില്ല. അന്ന് വായിച്ചു നോക്കിയിട്ട് അതിനകത്ത് എന്താണെന്ന് ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ചില്ലറക്കാരനല്ല, ഒരു വക്കീലാണ്. അദ്ദേഹത്തിന്റെ പേരെന്താ? അഡ്വക്കേറ്റ് രാജസിംഹൻ. അഡ്വക്കേറ്റ് രാജസിംഹൻ അതും നേരിട്ട് ഹൈക്കോടതിയിലാണ്, അതും കേരളത്തിന്റെ ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിൽ ഒരു ഹർജിയുമായിട്ട് ചെല്ലുക. എന്താ കാര്യം? ഈ പുസ്തകം നിരോധിക്കണം. എന്താ കാര്യം? സിഗരറ്റ് വലിക്കുന്ന ഒരു ചിത്രം, അത് പെൺകുട്ടി സിഗരറ്റ് വലിക്കുന്നതായിരിക്കണം ഇദ്ദേഹത്തിന് പൊള്ളിയത്. പക്ഷേ സിഗരറ്റ് വലിക്കുന്ന ഒരു ചിത്രം പുസ്തകത്തിന്റെ പുറത്ത് കൊടുത്താൽ അത് ശരിയാണോ? അതിൻ്റെ കൂടെ മുന്നറിയിപ്പ് കൊടുക്കണ്ടേ? സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് വാർണിംഗ് ടു ഹെൽത്ത്, ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുന്ന ഒരു വാർണിംഗ് കൊടുക്കാറുണ്ടല്ലോ. അത് സിനിമയിൽ പോലും വേണം, പിന്നെ പുസ്തകത്തിന് വേണ്ടേ? അതുകൂടി കൊടുക്കാതെ എങ്ങനെയാണ് ഈ പുസ്തകം മാർക്കറ്റ് ചെയ്യാൻ പറ്റുക? വിൽക്കാൻ പാടില്ല, മാർക്കറ്റിൽ നിന്ന് ഈ പുസ്തകം മുഴുവൻ പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയി. പക്ഷേ കോടതിക്കകത്ത് തലക്കകത്ത് ആൾപ്പാർപ്പുള്ള ജഡ്ജിമാരുള്ളത് കൊണ്ട് അവർ ന്യായമായ കാരണങ്ങൾ പറഞ്ഞിട്ട് വലിച്ചു കൊട്ടയിലിട്ടു. എന്താ കാര്യം എന്ന് വെച്ചാൽ, ജസ്റ്റിസ് നമ്മുടെ ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാറും അതുപോലെ ജസ്റ്റിസ് ബസന്ത് ബാലാജിയും ചേർന്ന ഒരു ഡിവിഷൻ ബെഞ്ചിലാണ് ഈ ഹർജി വന്നത്. അവർ പറഞ്ഞു, പ്രിയപ്പെട്ട വക്കീലെ, അങ്ങേക്ക് ഈ രാജ്യത്തെ നിയമം എന്താണെന്ന് അറിഞ്ഞൂടെ? രാജ്യത്ത് എവിടെയെങ്കിലും ഒരു നിയമലംഘനം കണ്ടാൽ ഉടനെ ഹർജിയും തയ്യാറാക്കി ഹൈക്കോടതിയിലേക്കാണോ വരേണ്ടത്? നിങ്ങൾക്ക് ചെയ്യേണ്ടത് അറിഞ്ഞൂടെ? രാജ്യത്ത് എവിടെയെങ്കിലും ആരെങ്കിലും ഒരാൾ, ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, എന്തെല്ലാം നടപടിക്രമമുണ്ട്. രാജ്യത്ത് ആരെങ്കിലും ഒരാൾ വ്യാജമദ്യം വിൽക്കുന്നു എന്ന് കണ്ടാൽ നേരെ ഹൈക്കോടതിയിലേക്കാണോ വരേണ്ടത്? അത് പരാതിപ്പെടാനുള്ള ഓഫീസുകളില്ലേ? രാജ്യത്തെ ഏതെങ്കിലും ഓഫീസിൽ നിങ്ങളോട് കൈക്കൂലി ചോദിച്ചാൽ നേരെ ഹൈക്കോടതിയിലേക്കാണോ വരിക? ആ ഓഫീസിൻ്റെ ചുമരിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ആരെയാണ് വിളിച്ചറിയിക്കേണ്ടത്, പരാതിപ്പെടേണ്ടത് എവിടെയാണ്. അങ്ങനെയല്ല എൻ്റെ രീതി. അതുകൊണ്ട് നിങ്ങൾ പോകേണ്ടത് എങ്ങോട്ടാണ്? 2023 ഏറ്റവും ഒടുവിൽ കേരളം പാസ്സാക്കി വെച്ച നിയമമുണ്ട്, സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട് 2023. 2023 കേരളം പാസ്സാക്കി വെച്ച നിയമമുണ്ട്, സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട് 2023. ആ നിയമപ്രകാരം പറയുന്നത് എന്താണ്? ഇത്തരം പരാതികൾ പുകവലിയോ അനുബന്ധ പുകവലിയോടുള്ള സമാനമായ പുകയില ഉൾപ്പെടെയുള്ള വസ്തുക്കളെ ഉപയോഗിച്ചാൽ പരാതിപ്പെടേണ്ട ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ട്. അത് ആ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നിങ്ങൾ പരാതിപ്പെട്ടോ? ഇല്ല. എന്നിട്ട് അവരെന്ത് നടപടിയെടുത്തു എന്ന് നിങ്ങൾ അന്വേഷിച്ചോ? നിങ്ങൾക്ക് അവിടെ പരാതിപ്പെട്ടിട്ട് പരിഹാരം ഉണ്ടായില്ലെങ്കിലല്ലേ നിങ്ങൾ ഏതെങ്കിലും കോടതിയിൽ പോകേണ്ട കാര്യമുള്ളൂ. ഇനി അങ്ങനെ പരാതിപ്പെട്ടിട്ട് നിങ്ങൾക്ക് നടപടി ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ കീഴ്ക്കോടതിയിൽ പോകണ്ടേ? നിങ്ങളെ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടണ്ടേ? അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഹൈക്കോടതിയിലേക്ക് വരേണ്ടതുള്ളൂ. അതുകൊണ്ട് മേലാൽ ഈ മാതിരി പണിക്ക് നിൽക്കരുത്. നിങ്ങൾ എന്തിനാ വന്നത് ഞങ്ങൾക്കറിയാം. ഹൈക്കോടതിയിലെ ഏതെങ്കിലും ഒരു വിധി തള്ളിക്കളഞ്ഞാൽ പോലും വാർത്ത വരും. വക്കീലന്മാർക്ക് പബ്ലിസിറ്റി ഉണ്ടാക്കി തരാൻ ഇമാതിരി ഏർപ്പാടൊക്കെ ഉപകരിക്കുമായിരിക്കും. പക്ഷേ ദയവായി കേരളത്തിൻ്റെ ഹൈക്കോടതിയുടെ സമയം കളയരുത് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് കൊട്ടയിലെറിഞ്ഞു. നന്നായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വേറൊന്നുകൊണ്ടുമല്ല, ഈ പുസ്തകം ആളുകൾ ശ്രദ്ധിക്കാത്തവർക്ക് കൂടി അതൊന്ന് കാണാനും അതിൻ്റെ കവറെങ്കിലും നോക്കാനും, കവർ നോക്കിയിട്ട് അതൊന്ന് വാങ്ങിക്കാൻ തോന്നിയാൽ വാങ്ങിക്കാനും വായിക്കാനും ഒക്കെ പ്രേരിപ്പിക്കാൻ ഈ ചങ്ങാതിയുടെ വിവരം കെട്ട വക്കീലിൻ്റെ ഈ നടപടി കാരണമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നമുക്ക് നന്ദി പറയണം. ചെലവില്ലാതെ അരുന്ധതി റോയിയുടെ
മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തിന് ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുത്തതിന് നമുക്ക് അദ്ദേഹത്തോട് നന്ദി പറയാം. അത് അർഹിക്കുന്ന ഗൗരവത്തോടെ വലിച്ചെറിഞ്ഞതിന് നമ്മുടെ ചീഫ് ജസ്റ്റിസിൻ്റെ ഡിവിഷൻ ബെഞ്ചിനോടും നന്ദി പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.